സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു, വാട്ട്സ് ഇൻ മൈ ഡെസ്ക് അല്ലെങ്കിൽ വാട്ട്സ് ഓൺ മൈ ഡെസ്ക്. അപ്പം ഡെസ്കിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത് എന്നുള്ള ഒരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ച് ഈ ഒരു കോർണറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ വാട്ടർ ബോട്ടിലുണ്ട് ആസ് യൂഷ്വൽ. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, സോ മിനിറ്റിനകം വെള്ളം ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ വ്യോഷാദി വടകം ഇടയ്ക്ക് ഈ ചുമയ്ക്ക് എന്നുള്ള രീതിയിൽ നല്ലതാണ്, ആരായാലും കഴിക്കണത് നല്ലതാണ്. സോ ഐ കീപ് ദാറ്റ്. പിന്നെ എൻ്റെ ലൈൻ ഓഫ് സ്പിരിച്വൽ ബുക്സാണ് ഇതൊക്കെ. അതിൽ ഹനുമാൻ ചാലീസ ഉണ്ട്, ലളിതാ സഹസ്രനാമമുണ്ട്, വിഷ്ണു സഹസ്രനാമമുണ്ട്, എന്താ മറ്റേ ഗീതയുണ്ട്. അങ്ങനെ ഹനുമാൻ്റെ തന്നെ ഒരു കോട്ട്സൊക്കെ കൂടിയിട്ടുള്ള ഒരു കാർഡ് ഞാൻ ഒരിക്കൽ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുമുണ്ട്. പിന്നെ ശ്രീരാമകൃഷ്ണൻ്റെ ഒരു ബുക്കുണ്ട്. അങ്ങനെ പല ബുക്സ് ഞാൻ ഈ സൈഡിലാണ് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ എളുപ്പം. ഭുജംഗ പ്രയാഗ സ്തോത്രം അതുമുണ്ട് ശങ്കരാചാര്യരുടെ. അപ്പോൾ അതൊക്കെ ഈ സൈഡിലാണ് വെക്കുക, സോ ദാറ്റ് ഇറ്റ്സ് ഈസി ടു ആക്സസ്. അപ്പോൾ പക്ഷേ വേറെ എവിടെയും ഞാൻ വേറെ ഒന്നും വെക്കില്ല. അപ്പോൾ അതുതന്നെയാണ് ഞാൻ വയ്ക്കണത്. ദുർഗാ ചാലീസ, ഇത് ദുർഗാ ചാലീസയാണ്. ഓക്കെ, എനിവേ ക്ലോക്ക്, ഇതൊരു ക്ലോക്ക് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. വെരി ക്യൂട്ട് ക്ലോക്ക് അല്ലേ, ഒരു എസ്തറ്റിക് അപ്പീലൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോക്കാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവരും ഇപ്പോൾ മൊബൈലിലല്ലേ നോക്കണത്. ഈ സൈഡിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റോളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ തന്നെ കിട്ടുന്ന പൈസകൾ ഞാനിങ്ങനെ ഇതാക്കി വെക്കും, ലൈക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഒരു എമർജൻസി കൊടുക്കുക എന്നുള്ള രീതിയിൽ വെക്കണതാണ് ഇപ്പം കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു ബുദ്ധൻ്റെ ഒരു ലാഫിംഗ് ബുദ്ധ, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ കുറേ ഈശ്വരന്മാരും ഗുരുക്കന്മാരൊക്കെയാണ്. അത് ഞാൻ എപ്പോഴും വെക്കും ഡെസ്കുമ്മേ. ഇത് ഗുരുവായൂരപ്പൻ്റെ ഒരു സ്റ്റിക്കർ ഞാൻ ചോദിച്ചിട്ട് ഒരു മറ്റേ അവിടെ അമ്പലത്തിൽ പോയപ്പോൾ തന്നെ അവർ ഷീറ്റ് എഴുതായിരുന്നു. സോ അങ്ങനെ ഒരു ഗുരുവായൂരപ്പൻ്റെ തന്നെ ഒരു സ്റ്റിക്കർ ഉണ്ടോ എന്നുള്ളത്, ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ വെണ്ണ പിടിച്ചിട്ടും ദിസ് ഈസ് വെരി യുണീക്ക് സ്റ്റിക്കർ. യു വോണ്ട് ഗെറ്റ് ഇറ്റ് എനിവെയർ. ഗുരുവായൂർ ചെല്ലണം എന്നാലേ ഇത് കിട്ടുള്ളൂ. എനിവൺ ക്യാൻ ഗെറ്റ് ഇറ്റ്, അതാണ് ഞാൻ പറയണു. പിന്നെ എൻ്റെ ആമകൾ, എനിക്ക് അത് മിസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ആമകളുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു ക്യാൻഡിൽ എനിക്ക് കിട്ടിയതാണ്. ഇതൊരു ഫംഗ്ഷൻ, വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടി, ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ഫംഗ്ഷന് പോയപ്പോൾ അവരിങ്ങനെ സ്മോൾ ക്യാൻഡിൽസ് അവർ തന്നായിരുന്നു ഗസ്റ്റിനൊക്കെ. സോ ദാറ്റ്സ് എ വെരി കൈൻഡ് ഓഫ് ദം ടു ഗിവ് എ ഗിഫ്റ്റ് ഓൾസോ. ഇതെനിക്കൊരു കടയിൽ ഫോറസ്റ്റ് എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു കട ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ അവർ ഇറക്കാൻ പോകുന്ന ഒരു ഫേഷ്യൽ ക്ലെൻസർ പോലത്തെ ഒരു സംഭവമാണിത്. ഇത് വെരി ക്യൂട്ട്, ഇത് മിനി സൈസ് അവർ എനിക്ക് സാമ്പിളായിട്ട് തന്ന. സോ ഐ തോട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫേസിലങ്ങനെ ഇടും അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഞാനിവിടെ ഡെസ്കുമ്മേ വയ്ക്കും, ഇടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് മോയ്സ്ചറൈസർ ഉണ്ട്, അത് ഞാൻ വെച്ചിട്ടില്ല, ബട്ട് മോയ്സ്ചറൈസർ ഞാൻ വെക്കാറുണ്ട്. സോ അതും വെക്കും. പിന്നെ കുങ്കുമം, കൗണ്ടർ, അങ്ങനെ ചെറിയ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാനിങ്ങനെ വെക്കും. പിന്നെ ഒരു ബോക്സ് ദാറ്റ് ഈസ് ലൈക്ക് എസെൻഷ്യൽസും കാര്യങ്ങളൊക്കെ, മേ ബി അഫർമേഷൻസ് അങ്ങനെയൊക്കെ ചെയ്യും. ഇതെനിക്കൊരു ടിക്കറ്റ്, ഞാൻ UK പോയപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം 9 ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ഉണ്ട്, നമ്മുടെ ലണ്ടൻ ടു ഹോൺവാർഡ്സ്. പറയാൻ പറ്റില്ല ഹോൺവാർഡ്സിലേക്ക് പോകാൻ പറ്റുമോയെന്നും എനിക്കറിയില്ല. ബട്ട് എനിവേസ് ദിസ് ഈസ് എ ടിക്കറ്റ് ദാറ്റ് ഐ ബോട്ട് ആക്ച്വലി ഫ്രം ദെയർ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അമ്മ ഡോൾ എന്നൊക്കെ പറയും, അതിങ്ങോട്ട് ജപിക്കണ മാലയുണ്ട്. പിന്നെ ദിസ് ഇസ് ഇവിടുന്ന് അങ്ങോട്ട് സെക്ഷൻ ഫുൾ ഡ്രോയിങ് സെക്ഷൻസാണ്. ഇത് ഫൈൻ ലൈനേഴ്സ്, ബ്രഷ് പെന്ന്, അതൊക്കെ ബ്ലാക്സാണ്. ഇതൊക്കെ എല്ലാം ബ്ലാക്കുകളാണ്, പക്ഷെ പല സൈസും പല നിബ്സും. യു ക്യാൻ സീ മെനി സൈസ് ഓൺ ദ നിബ് ഇറ്റ് സെൽഫ്. യു ക്യാൻ സീ പലതും ഞാൻ ഈ ജേർണലിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പെൻസും സ്കെച്ചസും ഒക്കെയാണിത്. ഇത് കാലിഗ്രഫി പെൻ, ഞാൻ ഇടയ്ക്ക് കാലിഗ്രഫി പെന്ന് മാത്രമായിട്ട് യൂസ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ വുമൻസ് ഡേയുടെ സ്റ്റിക്കേഴ്സ് ഞാൻ അവിടെ വെച്ചു, അങ്ങനെ ഒരു ഇതായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ
ഓഫ് കോഴ്സ് ഇറ്റ്സ് ടുഡേ മോർണിംഗാണ് ഞാനിത് എടുത്തത്. അപ്പോൾ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ തുടങ്ങണേൻ്റെ ഒരു കാലണ്ടറൊക്കെ മാറ്റി ഇത് ഒരു കോട്ട്സൊക്കെ കൂടിയിട്ടുള്ള ഒരിതാണ്. ഇതൊക്കെ ഞാൻ യുനോ കുട്ടി കുട്ടി കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തിങ്ങനെ വെക്കും. അപ്പോൾ ഇതൊരു ഡോള് എനിക്ക് എന്തോ ഒരു സംഭവം ഐ തിങ്ക് ഒരു കിൻഡർ ജോയോ അങ്ങനെ എന്തോ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അതവിടെ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സെക്ഷൻ കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ദീസ് ആർ ലൈക്ക് ബാഡ്ജസ്. ഈ ഒരു ബാഡ്ജ് നമ്മുടെ വള്ളിക്കാവിൽ ഗീത പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കിട്ടിയൊരു ബാഡ്ജാണ്. സോ ഐ കീപ്പ് ഓൾ ദ ബാഡ്ജസ് വെൻ ഐ ഗെറ്റ്. കയ്യിലിടുന്ന ഇതാണ്. ഇത് നമ്മുടെ ഇപ്പം ആദിയോഗിയുടെ മഹാശിവരാത്രിക്ക് അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ പല്ലാർ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയത് കാണാനൊക്കെ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് ഡിസ്നിയുടെ പോയപ്പോൾ പാരീസിൽ പോയപ്പോൾ അവിടെ ഡിസ്നി ലാൻഡ് ഉണ്ട്. സോ അവിടെ പോയപ്പോൾ ഈ ഒരു പെൻസിൽ അന്ന് എത്രയോ വർഷമാണ് അതങ്ങനെ തന്നെ വെച്ചേക്കാം. എനിക്കിത് ഷാർപ്പൺ ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ പോവില്ലേ. സോ ഐ ഡോണ്ട് യൂസ് ദാറ്റ്. ഐ കെപ്റ്റ് ഇറ്റ് ആസ് എ ചാം കൈൻഡ് ഓഫ് എ തിങ്. പിന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാ പെൻസിൽ. അങ്ങനെ ചെറിയ കാര്യങ്ങളും സ്റ്റിക്കേഴ്സൊക്കെ. ദീസ് ആർ ലൈക്ക് ദ മാർക്കേഴ്സ് ആൻഡ് ദ പെൻസ്. ആൻഡ് ഈ ബുക്കിൽ ഞാൻ എല്ലാം എഴുതിയിടുക. ലൈക്ക് ഇനിയിപ്പോൾ സ്റ്റോളുകൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ആ ദിവസത്തെ ഫുൾ തിങ്സ് ടു ഡു കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ വിസിറ്റിംഗ് കാർഡ് കാണിച്ചു തരികയാണ്. ഇതൊക്കെ പൊസിഷൻസ് ഞാൻ വെച്ചത് ഞാൻ നോക്കിയിട്ടാണ്. ഇങ്ങനെ ഈ പൊസിഷൻസിൽ ഇന്നത് വെച്ചാൽ നല്ലതാണോ. അപ്പോൾ നടുക്കിൽ എപ്പോഴും ലാപ്ടോപ്പും പിന്നെ സ്പേസിങ് ആണ്. അപ്പോൾ ആ ലാപ്ടോപ്പ് ന് പകരം ഞാൻ എൻ്റെ ഐപാഡാണ് വെച്ചേക്കുന്നത്. സോ ഐ തോട്ട് ആ 3 ട്രേസ് ഞാൻ കാണിച്ചു തന്നില്ലേ, അതൊന്ന് 1 by 1 ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ്. സോ ദിസ് ഈസ് ലൈക്ക് എ പെൻ. ഇത് ഗ്രിഫിൻഡോർ പെന്നാണ്. ക്യാൻ ഇമാജിൻ. ഞാൻ ആ UK പോയപ്പോൾ മേടിച്ചതാണ് അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. എനിക്ക് അതിൻ്റെ കളറും അതിൻ്റെ ഇതൊക്കെ വെറുതെ നമ്മളെന്തിനാ കളയണേ, നല്ല പൈസ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചതല്ലേ. സോ നല്ലൊരു പെന്നാണ്. പിന്നെ 2 പെൻസ് വിച്ച് ആർ സംടൈംസ് സം പെൻസ് ഈ എല്ലാ പെന്നുകളും അല്ലെങ്കിൽ അവിടെയൊക്കെ ഇവിടെ പോയി കിടക്കും. സോ ഐ സോർട്ട് ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് ഇൻ സൈഡ് ഓഫ് മീ സോ ദാറ്റ് ഇറ്റ്സ് ഈസി ടു പിക്ക്. ഇത് ഇറേസബിൾ പെന്നാണ്. നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പെന്നാണ്. അത് ശരിക്കും കുട്ടികളുടെ ഒരു പെന്നാണ്. ബട്ട് എനിക്ക് ആ ലയൻ്റെ ഫേസ് കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര തീം ഇഷ്ടമായതുകൊണ്ടാണ്. ഇത് ബ്രഷ് നമ്മൾ വാട്ടർ കളറിനൊക്കെ യൂസ് ചെയ്യണ ബ്രഷ് പെന്നാണിത്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം അങ്ങനെയൊക്കെ. അത് ഒരു ഡിഫറെൻറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉണ്ടാക്കാം. ഇത് നമ്മുടെ ജെൽ പെൻസാണ്, ജെൽ വൈറ്റ് പെൻ. പിന്നെ ഒരു ഇതിന് പോയായിരുന്നു IBMൻ്റെ ഒരു അതിൻ്റെ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രേ, ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ പെൻസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ട്രേസാണ്. നമുക്ക് വേറെ ഇപ്പം ഞാൻ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇത് മേടിച്ചിരുന്നത് സ്റ്റോളിന് വെക്കാനായിരുന്നു. പക്ഷേ സ്റ്റോളിൻ്റെ സൈസിങ് വല്ല സ്റ്റിക്കർ വളരെ ചെറിയ സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ യു ക്യാൻ കീപ്. സോ ദീസ് ആർ ദ മാർക്കേഴ്സ് ആൻഡ് എവറിത്തിങ് കളർ. അപ്പോൾ ചെറിയൊരു സിസറുണ്ട്, പിന്നെ ഒരു വാഷി ടേപ്പ് ഉണ്ട്, പിന്നെ ഏതോ ഒരു ഇതിന് പോയപ്പോൾ കിട്ടിയൊരു ക്ലിപ്പാണ്, ഒരു സാമ്പിൾ പോലെ. പിന്നെ ഒരു പെന്നിൻ്റെ ഒരു കവർ. അതെന്തിനാ അത് അവിടെ കിടക്കണമെന്ന് എനിക്കറിയില്ല. ഇത് പെൻസിലിൻ്റെ നിബ്ബാണിത്. ആപ്പിൾ പെൻസിലിൻ്റെ നിബ്ബാണ്, എക്സ്ട്രാ നിബ്ബാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ അടുത്ത് തന്നെ വെക്കും. ബിക്കോസ് സംടൈംസ് നമുക്ക് നിബ്ബൊക്കെ മാറി ഇടണമെങ്കിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാർക്കേഴ്സ് കാണിച്ചു തരാണ്, കോപ്പിക് മാർക്കേഴ്സ്. ഇതിൽ മിക്സ് ഉണ്ട്, കോപ്പിക്ക് ഉണ്ട്, ഓഹു ഉണ്ട്, ടച്ച് ഉണ്ട്, അങ്ങനെ മിക്സായിട്ടാണ് വെച്ചേക്കണത്. ഇപ്പോൾ അതിൻ്റെ കളറ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഹൈഡ്രാജിയ ബ്ലൂ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് വയലറ്റാണ്, ഇത് അമെത്തിസ്റ്റ്, വയലറ്റ് അമെത്തിസ്റ്റ് ആണത്. ആൻഡ് ദിസ് ഈസ് ലൈക്ക് യെല്ലോ, പെയിൽ യെല്ലോ. അങ്ങനെ പല കളേഴ്സും. റെഡ്, ഓറഞ്ചാണിത്. ഓറഞ്ചിൻ്റെ ഒരു R05 ആണത്. സാൽമൺ റെഡ്, അതാണ് അതിൻ്റെ പേര്, കളറിൻ്റെ പേര്. പിന്നെ ഷാർപ്പീസ് ഉണ്ട്. ഷാർപ്പി ഞാൻ പറഞ്ഞില്ല, അത് മിക്സായിട്ട് വെക്കുക. അപ്പോൾ സോ ദാറ്റ് ഈസി ടു ടേക്ക്, അങ്ങനെ ആ രീതിയിലാണ്. ഇത് നമ്മുടെ ക്രാഫ്റ്റ് ഫുഡ് ഓഫ്, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് UK ഞാൻ മേടിച്ചതാണ്. ഫുൾ ബ്രഷാണ്, ബ്രഷ് പെന്നാണ്. ഇത് ബ്രഷ് പെന്നും ഞാൻ കാണിച്ചായിരുന്നു. അതിൻ്റെ 2 നിബ്ബുണ്ട് അതിന്, കണ്ട ഓഹു 2 കളേഴ്സ്, കുറേ കളേഴ്സ് ഉണ്ട്. ഇല്ല 2-3 കളേഴ്സ് ഞാനിങ്ങനെ സ്ഥിരം വെക്കണതാണ്.
അപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്നാണ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ദിസ് ഈസ് ലൈക്ക് ദ സെക്കൻഡ് വൺ. അപ്പോൾ സെക്കൻഡ് വൺ കാണിച്ചിട്ട് ഞാനിങ്ങനെ എടുത്ത് ലൈക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഞാൻ എടുക്കുകയാണ്. ദാറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് സെക്ഷൻ. ആൻഡ് അത് എന്ന് പറയണത് പെൻസില് പിന്നെ അങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള കളേഴ്സും അങ്ങനെയാണ് അത്. അപ്പോൾ അതിൽ പക്ഷേ റബ്ബർ വരുന്നുണ്ട്. റബ്ബർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഇപ്രാവശ്യം ഞാൻ സ്റ്റോളിന് പോയപ്പോൾ ഞാൻ മെട്രോ വഴിയാണ് ലീ മെറിഡിയനിലേക്ക് പോയത്. അതിൻ്റെ ആ ടിക്കറ്റ് ഞാൻ വെച്ചേക്കാം. ബിക്കോസ് ദീസ് ആർ തിങ്സ് ദാറ്റ് മേക്ക് അസ് മോർ മോട്ടിവേറ്റഡ്, റൈറ്റ്? അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു റബ്ബർ ഇത് നമ്മുടെ സ്വാമിനാരായണ മന്ദിർ ബപ്പാസിൻ്റെ ലണ്ടനിൽ പോയപ്പോൾ പോയിരുന്നതാണ്. അപ്പോൾ വെരി യുണീക്കായിട്ട് അവർ റബ്ബർ വെച്ചേക്കാം. എന്നുവെച്ചാൽ അതൊരു ഭയങ്കര ഒരു മാർക്കറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു അമ്പലം, വലിയൊരു അമ്പലം. സോ ഇഫ് യു നീഡ് എനി സുവനീർ യു ക്യാൻ ബൈ ഇറ്റ് ആൻഡ് ഗിഫ്റ്റ് ടു യുവർ കിഡ്സ് അപ്പോൾ ഇത് ഞാൻ നോട്ട് പാഡിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബ്ലൂ ഷാർപ്പീസ് അല്ലെങ്കിൽ വയലറ്റ് കളർ, പിന്നെ ഇത് സെപ്പിയ കളറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫൈൻ ലൈനേഴ്സ് ബ്ലാക്ക്, സെപ്പിയ അങ്ങനെ കളേഴ്സാണ് വരുള്ളൂ. ഫൈൻ ലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള നിബ്സാണ്. അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് ഇതൊക്കെ. ഇത് ഷാംപെയിൻ E71 അതാണിത്. ചിലതിൻ്റെയൊക്കെ കവറ് പോയി കിടക്കുക. ആൻഡ് ആസ് യൂഷ്വൽ അതങ്ങനെയാണല്ലോ, ആർട്ടിസ്റ്റിൻ്റെ അങ്ങനെ വരുമല്ലോ. അപ്പോൾ പെൻസിലൊക്കെ ചിലത് ഞാൻ യൂസ് ചെയ്യാണ്ട് വയ്ക്കും. അത് എൻ്റെ ഒരു പ്രകൃതമാണ്. അത് ബിക്കോസ് ഞാൻ പെൻസിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഉള്ള പെൻസിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ. ഇത് കളർ പെൻസിൽസാണ് ഇതൊക്കെ. കുറച്ച് കളർ പെൻസിൽസ് ഞാനിപ്പോൾ യൂസ് ചെയ്യണുള്ളൂ. ആ ഉള്ള കളർ പെൻസിൽസ് ഞാൻ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ വയ്ക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് ദിസ് ഈസ് ഓഫ് കോഴ്സ് ഒരു ഐപാഡിൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഇതും ഞാൻ മറ്റേ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് നമുക്കിങ്ങനെ ടിൽറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ദിസ് ക്യാൻ ബി ടിൽറ്റഡ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ലെവലിൽ തന്നെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. And of course this is the full scanning of the desk. Okay, so I hope I have completed saying it. പിന്നെ അത് കഴിഞ്ഞ ഒരു വീഡിയോ ഷോർട്സ് പോലെ എടുത്തതാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്കമിങ് സ്റ്റോൾസിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതാണ്. സോ അതിൻ്റെ ഒരു പ്രെപ്പായിട്ട് ഞാൻ ഇതിനെയും കൂടെ കൂട്ടി. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മൾ ഗിയറിങ് അപ്പാണ് എന്നുള്ളൊരു അവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും വൺ പീസ് ലൂഫി അറിയാലോ. ഐ ഡോണ്ട് ഹാവ് ടു സേ ഓൾ ദോസ് തിങ്സ് അല്ലേ. ആൻഡ് ആനിമയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അറിയാം ഇതിനെക്കുറിച്ചിട്ട്. അല്ലാത്തവർക്ക് ഞാൻ പറയുകയാണ്, ഇതൊരു ജാപ്പനീസ് ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ, പ്യുവറായിട്ട് എനിക്കറിയില്ല. പക്ഷേ അവരുടെ ഒരു സീരീസ്, ഒരു ആനിമേ സീരീസാണിത്. ആൻഡ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വരാൻ പോകുന്ന നമ്മുടെ ഒരു സ്റ്റോളുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് പതുക്കെ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ട് പാഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സോ ഐ തോട്ട് ദിസ് വീഡിയോ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ. ആൻഡ് സ്റ്റേ ട്യൂൺഡ്.